സിനിമ കണ്ട ഏറ്റവും മികവുറ്റ ഈ കലാകാരന് കേരള വിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ്, സത്യമാണ്. ഈ നിമിഷവും എനിക്ക് വളരെ 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 സന്തോഷം തോന്നുന്ന നിമിഷമാണ്. അപ്പോൾ ഈ ഒരു വേദിയിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ കേരള വിഷന്റെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വന്ന് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് ഒരു സിനിമയിൽ നിന്ന് ഉള്ള ഏറ്റവും നല്ല നടനാണ്, വലിയ അംഗീകാരമാണ് അച്ചീവ്മെൻ്റ് ആണ് കിട്ടിയത്. വലിയ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം ഞാനും ഈ പറഞ്ഞ പോലെ 1-2 സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലത്തൊന്നും അവാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കുറവും കൂടെ എനിക്ക് ഇതിനകത്ത് നികത്താൻ പറ്റും. സാധാരണ അവാർഡ് താങ്ക് യു സർ. സിനിമയിലുള്ള ഇത്രയും വർഷത്തെ ഈ ഒരു യാത്രയിൽ ഓരോ ദിവസവും ഒരു പുതിയ സിനിമകൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്താണ് കൂടുതലായിട്ട് തോന്നുന്നത്? എന്താണ് മാറ്റങ്ങൾ, പണ്ടത്തെ മാറ്റങ്ങളും ഈ ഒരു മാറ്റങ്ങളും? അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ അഭിനയത്തിനെന്ത് മാറ്റം? അഭിനയത്തിനൊരു മാറ്റമൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ മീഡിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ പ്രത്യേക ഒരു വില്ലനോ നായകനെന്നോ അല്ലെങ്കിൽ കൊമേഡിയനോ അങ്ങനെ ഒരു വ്യത്യസ്തമായ കണ്ടുകൊണ്ടല്ല അഭിനയിക്കുന്നത്. ഞാൻ കഥാപാത്രം എന്നുള്ള രീതിയിലാണ് എല്ലാത്തിനെയും സമീപിക്കുന്നത്. അപ്പോൾ പണ്ടും അതെ ഇപ്പോഴും അതെ, എനിക്ക് വലിയ മാറ്റങ്ങൾ തോന്നിയിട്ടില്ല. Always you are the best. Thank you so much. കഴിഞ്ഞ 15 വർഷമായി മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്ന മറിമായം ടീമിന് ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള വിഷന്റെ അവാർഡ് വേദിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രിയ താരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? മറിമായൊക്കെ എങ്ങനെയാണ് പോകുന്നത്? മറിമായം വളരെ നന്നായിട്ട് പോകുന്നു. കഴിഞ്ഞ 15 വർഷമായി ജനപക്ഷത്ത് നിന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് മറിമായം. മറിമായത്തിന് തരുന്ന പിന്തുണയ്ക്കും സപ്പോർട്ടിനുമൊക്കെ പ്രേക്ഷകരോട് ഞങ്ങളുടെ മറിമായം ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാനാണ് ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? പുതിയ പ്രോജക്റ്റുകൾ മറിമായം ആഴ്ചയിൽ 2 ദിവസം നന്നായി പോകുന്നുണ്ട്. പിന്നെ സിനിമകളുണ്ട്. ഇപ്പോൾ ഈ 2-3 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ മറിമായത്തിൻ്റെ ഒരു പടം അണിയറയിൽ കയറുന്നുണ്ട്, അത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ സ്വീകരിക്കണം, കാണണം. വളരെ സന്തോഷം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഈ അവാർഡ് ലഭിച്ചതിനും എന്നെ തിരഞ്ഞെടുത്തതിനും ഞങ്ങളുടെ ടീമിൻ്റെയും മറിമായത്തിൻ്റെയും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്ക് കേരള വിഷന്റെ 3ാമത്തെ എഡിഷൻ ഓഫ് ടെലിവിഷൻ അവാർഡ്സ്. എന്നാലും കേരള വിഷന്റെ ഇത്രയും വലിയൊരു സ്കെയിലിൽ ഒരു അവാർഡ് നൈറ്റ് കാണുമ്പോൾ വാട്ട് യു ഫീൽ ഇറ്റ്? പ്രചോദനമല്ലേ, ഇറ്റ് ഇസ് ഓൾവേസ് എൻ ഇൻസ്പിറേഷൻ. കാരണം ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റ്സ് ആണ് നമ്മളെ, എസ്പെഷ്യലി ആർട്ടിസ്റ്റ്മാർക്കൊക്കെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു അവാർഡ് നൈറ്റ്സ് അല്ലേ. അത് എത്രത്തോളം ഗ്രാൻഡാക്കി ചെയ്യുന്നു അത്രത്തോളം വി ഫീൽ ഹാപ്പി. സോ ഇതൊരു മസ്റ്റാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദറ്റ് കേരള വിഷൻ ഇത് ചെയ്യുന്നു എന്നുള്ളത്. എപ്പോഴും ഈ അവാർഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റ്മാർക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പ്രചോദനമാണ്. ആർട്ടിസ്റ്റ്മാരായാലും ശരി, ടെക്നീഷ്യൻസ് ആയാലും ഡയറക്ടേഴ്സ് ആരായാലും ശരി, കാരണം നമ്മൾ ചെയ്തൊരു വർക്കിന് ജനങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. സോ ബീങ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്. എനിക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓരോ വീടുകളിലും എത്രത്തോളം ആവേശത്തോടു കൂടി, എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ഇവരിതെല്ലാം വാച്ച് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം വരാൻ കഴിഞ്ഞതിൽ. കീപ് ഇൻസ്പയറിങ്. താങ്ക് യു. ഈ ചാനലുകളെയെല്ലാം ഫേമസ് ആക്കുന്ന ഈ ചാനലുകളുടെയൊക്കെ തലതൊട്ടപ്പനായ കേരള വിഷന്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അവാർഡാണ്.
ഇതുവരെ എനിക്ക് കിട്ടിയ മൊത്തം ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ്സ് ആയിരുന്നു. 18 വയസ്സിന് ശേഷം എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡ് നമ്മുടെ കേരള വിഷൻ്റെ ടെലിവിഷൻ അവാർഡ് തന്നെയാണ്. സോ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഗോർജിയസ് ആക്ട്രസ് റോസ്മിൻ ആണ്. സ്റ്റേജിലുള്ള പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നാണ്. എന്ത് തോന്നുന്നു? എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം കേരള വിഷൻ്റെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരുപാട്, ഞാൻ ചെറുകിയ കുട്ടി നമ്മളൊക്കെ കണ്ട ഒരുപാട് ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റി, അവർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റി. ഐ എം സീയിങ് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ് ആക്ച്വലി. ഒരുപാട് സന്തോഷം. നല്ലൊരു പ്രോഗ്രാമായിരുന്നു, നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള വിഷൻ ഓഫ് കോഴ്സ് ഒന്നും പറയണ്ടല്ലോ. സോ ഇറ്റ് വാസ് റിയലി നൈസ്. നമ്മുടെ 3rd സീസൺ ആണ്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ കേരള വിഷൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷക എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഐ എം സോ ഹാപ്പി. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു ചാനലിനാണ് കേരള വിഷൻ. വേറെ ഒരുപാട് വർക്ക് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു കാര്യം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എല്ലാം കൂടി നോക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. വേറെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്സ്. കാരണം ഇവിടെയും വരെ എത്താൻ പറ്റിയതിനും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ, അതിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ ഐ ഫീൽ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ വെറുതെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ഈശ്വര എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് കിട്ടാൻ സാധിക്കണേ എന്ന്. സത്യമായിട്ടും ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ഷൻ കട്ടിനും ഇടയിലുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും മാജിക്കലാണ്. അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഹരിഷിത, വെൽക്കം ടു കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് സീസൺ 3. അപ്പോൾ ഇവിടെയും ഒരു അവാർഡൊക്കെ സ്വന്തമാക്കിയിട്ട് ഈ ഒരു വേദിയിൽ നിൽക്കുകയാണ്. സോ എന്ത് തോന്നുന്നു? ഞാൻ ഐ എം സോ ഹാപ്പി. ഞാൻ നേരത്തെ ഈ അവാർഡ് സ്വീകരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ഈ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ ആ ദിവസം എൻ്റെ അമ്മയുടെ പിറന്നാളായിരുന്നു. സോ അതെനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരുന്നു അത്. താങ്ക് യു കേരള വിഷൻ ഫോർ ദാറ്റ്. എന്നെ സെലക്ട് ചെയ്തതിനും പ്രത്യേകിച്ച് പ്രേക്ഷകർക്കും. ഇതൊരു വോട്ടിംഗ് ഇതായിരുന്നല്ലോ. സോ എന്നെ സെലക്ട് ചെയ്ത എൻ്റെ പ്രേക്ഷകർക്കും, എന്നെ സ്നേഹിക്കുന്നവർക്കും, ഇഷ്ടപ്പെടുന്നവർക്കും, എന്നെ വിമർശിക്കുന്നവർക്കും. ഒപ്പം എനിക്ക് ഈ അവാർഡ് ലഭിച്ചത് സുഖമോ ദേവി എന്ന് പറഞ്ഞ സീരിയലിനാണ്. അപ്പോൾ അതിനകത്തുള്ള ഫ്ലവേഴ്സ് ചാനൽ ഡയറക്ടർ ഫൈസൽ അടിമാലി, റൈറ്റർ ദിനേശ് പള്ളത്ത് ആൻഡ് ദ ഹോൾ ക്രൂ, ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.